24 കണക്റ്റും കെ ചിറ്റലപ്പള്ളി ഫൗണ്ടേഷനും സംയുക്തമായി കാസർഗോഡ് ജില്ലയിൽ നിർമ്മിച്ച് നൽകുന്ന 15ാമത്തെ വീടിന് തറക്കല്ലിട്ടു. വെസ്റ്റ് എളേരി പഞ്ചായത്തിലെ സഫീന ഇബ്രാഹിം ദമ്പതികൾക്കാണ് ഈ വീട് ഒരുങ്ങുന്നത്. ഇടുങ്ങിയ കൂരയിലായിരുന്നു സഫീനയും ഭർത്താവ് ഇബ്രാഹിമും 4 പെൺമക്കളും കഴിഞ്ഞിരുന്നത്. സ്ഥലമില്ലാത്തതിനാൽ ഹോട്ടൽ തൊഴിലാളിയായ ഇബ്രാഹിമിന് വീടെന്നത് സ്വപ്നം മാത്രമായി. 2020 ലൈഫിൽ അപേക്ഷ നൽകി. 5 വർഷത്തിനു ശേഷം ലിസ്റ്റിൽ പേര് വന്നെങ്കിലും അവസാന സ്ഥാനക്കാരായി. മഴ കനത്തതോടെ വീടിന് സ്ഥലം നൽകാമോ എന്ന് ചോദിച്ച് അയൽവാസി അബ്ദുൾ സലാം ഹാജിയെ സമീപിച്ചു. അദ്ദേഹം 5 സെന്റ് സ്ഥലം നൽകിയതോടെയാണ് 24 കണക്കിന് അപേക്ഷ സമർപ്പിച്ചത്. എൻ്റെ കുടുംബത്തിലവർ തന്നെയാണ് എനിക്ക് ഈ സ്ഥലം തന്ന് സഹായിച്ചത്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഈ സ്ഥലം കിട്ടിയോണ്ട് ഇങ്ങനെ 24 അപേക്ഷ വെച്ചുകൊണ്ട് വേഗം പെട്ടെന്ന് പാസ്സായി. അതുകൊണ്ട് വളരെ നന്ദി. ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന കുടുംബമാണെന്നും 24ന്റെ കാരുണ്യ പ്രവർത്തനം അറിഞ്ഞത് സ്ഥലം വിട്ടു നൽകാൻ പ്രചോദനമായെന്നും അബ്ദുൾ സലാം ഹാജി. ഒരുപാട് ആവശ്യപ്പെട്ടവർ വീട് പല സ്ഥലത്തും അങ്ങനെ കിട്ടിയില്ല. അങ്ങനെയാണ് ഒരു ദിവസം കരഞ്ഞുകൊണ്ട് എന്നോട് വന്ന് പറഞ്ഞു, എനിക്ക് ഒരു 3 സെൻറ്റ് തരികയാണെങ്കിൽ ഞാൻ വീട് വെക്കുമായിരുന്നു. എനിക്കൊരു പലവരും പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ 3 അല്ല, ഞാൻ 5 തന്നെ ഞാൻ തരാം. അങ്ങനെയാണ് ഞാൻ ഇത് അളന്നിട്ട് കൊടുത്തത്. പിന്നെ വെള്ളവും കാര്യം എല്ലാ സൗകര്യം വേറെ എക്സ്ട്രാ ചെയ്തു തരാമെന്ന് പറഞ്ഞു. ലൈഫിൽ അവസാന പേരുകാരിയായി സഫീന മാറിയപ്പോഴുണ്ടായ വിഷമം തറക്കല്ലിടൽ ചടങ്ങ് കഴിഞ്ഞപ്പോൾ മാറിയെന്ന് വാർഡ് മെമ്പർ ലിജിന. നമുക്കൊരു ലൈഫിൽ ചേർക്കാനോ ഒന്നും പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് ഉണ്ടായിന്. അപ്പോൾ ആ ഒരു സമയത്താണ് ചിറ്റലപ്പള്ളി ഇത് ഏറ്റെടുക്കുന്നതും സലാമാജി ഇത് സ്ഥലം പ്രോപ്പർട്ടി ആയിട്ട് കൊടുക്കുന്നതെല്ലാം. അത് വലിയൊരു സഹായമാണ് അവർക്ക്. 24 കണക്റ്റ് ജില്ലാ കോർഡിനേറ്റർ, സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ജില്ലയിൽ പണി പൂർത്തിയായ വീടുകളുടെ താക്കോൽദാനം വരും ദിവസങ്ങളിൽ നടക്കും. 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.